ആദ്യത്തെ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ ആകമാനം വിഷമത്തിലാക്കിയിരിക്കുന്ന എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറായ ഡയബറ്റീസിനെ കുറിച്ച് തന്നെ ആദ്യം നമുക്ക് സംസാരിക്കാം. 537 ദശലക്ഷം ആളുകൾ 2021 ഉണ്ടായിരുന്നത് 2045 ആവുമ്പോഴത്തേക്ക് 783 ദശലക്ഷം ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിന് ദൈവം അറിഞ്ഞ് ചില ജനിതക പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ പ്രമേഹ സാധ്യത കൂടിയ ഒരു പോപ്പുലേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിൽ നിന്നുള്ള അനുബന്ധ പ്രശ്നങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുള്ള ഒരു പോപ്പുലേഷനും കൂടിയാണ്. ഇപ്പോ അടുത്ത കണക്കിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലോകത്താകമാനമുള്ള കണക്കുകളാണ്. 10ൽ ഒരാൾ പ്രമേഹ രോഗിയാണ്. അതിൽ 7ൽ ഒരാൾ ഇന്ത്യയിലാണ്. അതിൽ 2ൽ ഒരാൾക്ക് പ്രമേഹ രോഗിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം തന്നെയില്ല എന്നുള്ള കണക്കുകളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സബ് ക്ലിനിക്കൽ, അതായത് നമ്മുടെ അറിവിലില്ലാതെ ഒളിഞ്ഞിരിക്കുന്ന പ്രമേഹമാണ് ഏറ്റവും ഡേഞ്ചറസ്. കാരണം അതിൻ്റെ മറ്റ് പാർശ്വഫലങ്ങൾക്ക് വന്നതിന് ശേഷം മാത്രമേ ഒരുപക്ഷെ പ്രമേഹത്തിൽ നമ്മുടെ ശരീരത്തുണ്ട് എന്ന് നമ്മൾ അറിയുന്നുള്ളൂ. അടുത്ത നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇത് ഇന്ത്യയിലെ കണക്കുകളാണ്. 10ൽ 3 അഡൾട്ട്സ്. ഇതിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ചില വെള്ള ഭാഗങ്ങൾ അവിടെ കണക്കുകളേ ഇല്ല. അതുകൊണ്ട് എന്തോ അവരുടെ പ്രമേഹത്തിന്റെ നിലവാരം നമുക്ക് അറിയില്ല. ഈ റെഡ് കാണിച്ചിരിക്കുന്ന കേരളം സഹിതമുള്ള ഭാഗം വളരെ കൂടുതൽ പ്രമേഹമുള്ള ഏരിയാസ് ആണ്. 35% മുകളിൽ ഉള്ള ഏരിയാസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ചില മഞ്ഞ ഭാഗങ്ങളും പച്ച ഭാഗങ്ങളില്ല എന്ന് തന്നെ പറയാം. മഞ്ഞ ഭാഗം അല്പം താരതമ്യേന പ്രമേഹ സാധ്യത കുറഞ്ഞ പ്രദേശമാണ്. അപ്പൊ നമ്മൾ പൊതുവെ കേരളം പ്രമേഹ സാധ്യത കൂടിയ പ്രദേശമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിന്റെ കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഈ സ്ലൈഡ് ഉൾപ്പെടുത്തിയത് PCO സ്ത്രീകൾക്ക് എല്ലാവർക്കും